12കാരിയെ തേടി കൊച്ചി നഗരമാകെ പോലീസും നാട്ടുകാരും ജനങ്ങളും ബന്ധുക്കളും ഒക്കെ അലഞ്ഞപ്പോൾ അതിലേറ്റവും നിർണായകമായത് ഞാറക്കൽ സ്വദേശിയായ ജോർജിന്റെ ഒരു ഇടപെടലാണ്. അമ്മ അങ്ങനെ വിളിച്ച് പറഞ്ഞാണ് എടാ ഒരു കുട്ടീനെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ചാനലിലൊക്കെ കുട്ടിയുടെ പറ്റിയുള്ളൊരു വന്നിട്ടിരിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് പോയപ്പോൾ കുട്ടി സൈക്കിളോട് വരുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഫ്രണ്ടിനോട് വണ്ടി വിളക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെന്താ കാര്യം മനസ്സിലായില്ല. അപ്പോൾ കുട്ടി ഏകദേശം പാലത്തിനോട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് ഓടിച്ചെന്ന് ഇറങ്ങി കുട്ടിയോട് ചോദിച്ച് എവിടെയാണ് മോളെ പഠിക്കുന്നത് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞ് എളമക്കരയിലാണെന്ന് പറഞ്ഞു. പിന്നെ എവിടെ പോയി ചോദിച്ചപ്പോൾ നാരമ്പലത്ത് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടിയെ അവിടെ പിടിച്ച് സൈക്കിൾ പിടിച്ച് നിർത്തി. പിന്നെ ആളൊന്ന് കൂളാക്കി. അപ്പോഴത്തേക്ക് ആൾ കരയാൻ തുടങ്ങി. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങി പൊട്ടി കരയുന്നത്. നമ്മൾ കരയൊന്നും വേണ്ട, വിഷമിക്കേണ്ട, എല്ലാം ശരിയാക്കാം, ചേട്ടനുണ്ട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി ആളാ. അത് ആള് ഓക്കെ ആയിട്ടിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമമായിരുന്നു. എന്താ മോള് പറഞ്ഞത്? അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല പുള്ളിക്കാരത്തി. കുട്ടീനോട് പറഞ്ഞത് ചേട്ടാ സ്കൂളിലെ പ്രശ്നമാണ്, സ്കൂളിലെ പ്രശ്നങ്ങളാണ്, പിന്നെ അവിടെ ഫാമിലിയിലെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവും മോളെ, അതൊക്കെ തരണം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളെ കൂളാക്കി നിർത്തി. അമ്മയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഇന്നലെ തന്നെ. അതായത് പോലീസുകാരാണ് ഹാൻഡ് ഓവർ ചെയ്തത്. ഞാനപ്പോൾ സാറുമാർക്കാണ് ഹാൻഡ് ഓവർ ചെയ്തത്. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ആ കുട്ടിയൊന്ന് കാണണമെന്നുണ്ട് രസം കൂടി. വാർത്തയിൽ അമ്മ കണ്ടു കാണുമല്ലോ ജോർജ് ആണ് കുഞ്ഞിനെ കണ്ടെത്തിയതൊക്കെ. അതിനുശേഷം അമ്മ എന്ത് പറഞ്ഞു? അമ്മക്ക് വളരെ സന്തോഷമായി. ഒരു ഫാമിലിയുടെ ദുഃഖം, അവരെ മക്കളെ കാണാതെ വെക്കുന്ന ദുഃഖമാണല്ലോ. അതെ, നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു ദൈവാധീനം ഞാൻ കരുതുന്നത്. ജോർജ് എന്ത് ചെയ്യുന്ന ആളാ? ഞാൻ ഫയർമാനാണ്. DP വേൾഡിൽ വല്ലവരും പോർട്ടില്ല. വലിയൊരു ഇടപെടലായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു അപകടവും കൂടാതെ തന്നെ കൃത്യമായി കണ്ടെത്താനും അവരുടെ കുടുംബത്തിന്റെ കൈകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.